ഹലോ കൂട്ടുകാരെ, ഈ വീക്കെൻഡിൽ ഏത് സിനിമ കാണുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 10 പടം കണ്ടോളൂ. ലിസ്റ്റിൽ ഒന്നാമത്തത് ആടുജീവിതമാണ്, ദ ഗോഡ് ലൈഫ്. ബ്ലസ്സി സംവിധാനം ചെയ്ത വിസ്മയം ആടുജീവിതം പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പടത്തിൽ ഒന്ന് തന്നെയായിരുന്നു. രണ്ടാമത്തത് ടൊവിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും മടുപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന മികച്ചൊരു ചിത്രം തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. മൂന്നാമത്തത് നമ്മുടെ ജി.വി. പ്രകാശും ഐശ്വര്യ രാജേഷും കൂടെ ഒന്നിച്ച ഡിയറാണ്. പ്രണയവും അതിൽ ചെറിയ തമാശകളും ചേർന്ന ഒരു ഫ്രഷ് അനുഭവം തന്നെയാണ് ഡിയർ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് 2026 ഇറങ്ങിയ യൂത്ത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പടം തന്നെയായിരിക്കും. കാണാത്തവരുണ്ട്, കാണാത്തവർ തീർച്ചയായും പടം കാണാൻ. 2026 തന്നെ മികച്ച ഒരു വൈബ് തരുന്ന ചിത്രങ്ങളൊന്നു തന്നെയാണ്. ഇന്നത്തെ തലമുറയുടെ ചിന്തകളും ഇതിലുണ്ട്. അടുത്ത എന്ന് പറയുന്നത് മനസ്സ് നിറയ്ക്കുന്ന കുറച്ച് പരിപാടികളാണ്. സുഡാനി ഫ്രം നൈജീരിയ, സൗഹൃദത്തിൻ്റെ പുതിയ ഭാഷ പറഞ്ഞ ചിത്രം. എത്ര കണ്ടാലും മതി വരില്ല, ഒന്ന് കണ്ടു നോക്കൂ കാണാത്തവരുണ്ടെങ്കിൽ. അത് പെണ്ണും പൊറോട്ടയും. പേര് പോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു പോകുന്നൊരു കൊച്ചു ചിത്രമാണ്, കണ്ടു നോക്ക്. അടുത്തത് ഓഹോ എന്തൻ ബേബി. ഇതും ഒരു പ്രണയത്തിൻ്റെയൊക്കെ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അടുത്തത് എക്കോയാണ്. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈം ഫയൽസ് പുള്ളിയുടെ 2ാമത്തെ സീസൺ അത് എഴുത്തുകാരൻ്റെയാണ് ഈ എക്കോ എന്ന് പറയുന്നത്. കണ്ടു നോക്കാം. അടുത്ത പ്രദീപ് രംഗനാഥൻ്റെ ഡ്രാഗൺ. നല്ലൊരു പടമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ വേറെ രീതിയിലാണ് പടം പോയിരിക്കുന്നത്. കണ്ടു നോക്കാം, ഇഷ്ടപ്പെടും. അടുത്തത് ജനഗണ മന. സാമൂഹിക പ്രസക്തിയുള്ള നമ്മൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്ന പവർഫുൾ തിരക്കഥ. ഇത് കാണാത്തവരുണ്ടാവും, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 10 സിനിമകൾ. ഇതിൽ നിങ്ങൾ കണ്ട സിനിമകൾ എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ഉൾപ്പെടുത്താതെ എന്തെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.